മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും സ്നേഹവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരുടെയും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആരാധനാ മത്സരത്തിലെ പള്ളിക്കൂദാശ കാലത്തിൻ്റെ 4-ാം വാരത്തിലേക്ക്, അവസാന വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈ ആഴ്ചയിൽ നമുക്ക് വിചിന്തനത്തിനായിട്ടുള്ള വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവിൻ്റെ രാജ്യത്വത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്, അല്ലെങ്കിൽ രാജ്യത്വത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്ന ഒരു വചനഭാഗമാണിത്. ഫരിസയരുടെ ചോദ്യത്തിന് കർത്താവ് പറയുന്ന മറുപടിയാണ്. കർത്താവ് ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുനാഥൻ്റെ രാജ്യത്വ തിരുനാൾ പള്ളിക്കൂദാശ കാലത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ആചരിക്കാറുണ്ട് സഭയിൽ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ വാരത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് ഐഹികമായ രാജ്യത്വമല്ല, മറിച്ച് ഈ ലോകത്തിനപ്പുറത്തേക്കുള്ള ഒരു രാജ്യത്വമാണ് കർത്താവ് വിവക്ഷിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സ്നേഹത്തിൻ്റെ രാജ്യമാണ്. തിരുസഭ സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ ആ സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ട് പരിശ്രമിച്ചു. തിരുസഭയിലെ അംഗങ്ങളാകുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തികളെല്ലാവരും ഈ സ്നേഹരാജ്യത്തിലെ അംഗങ്ങളായി മാറുകയാണ്. ക്രൈസ്തവ വിശ്വാസ ജീവിതമനുസരിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്. അതാണ് ക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ചെറിയ പതിപ്പിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാനതാണ് പ്രധാനമായിട്ടും ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നതും. തിരുസഭയുടെ മറ്റൊരു പതിപ്പാണ് കുടുംബം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും കുടുംബങ്ങളിലാണ് ജനിച്ച് വളർന്ന് പക്വത ആർജിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തെ നമുക്ക് തിരുസഭയുടെ ചെറിയ പതിപ്പായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുകയും തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ സ്നേഹരാജ്യത്തിൻ്റെ വാതായനം തുറക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഇത് പരിശീലന കളരിയാക്കി മാറ്റേണ്ടത്. കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബം മുഴുവനും ഒരു സ്നേഹരാജ്യമായി മാറുകയാണ്. ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യം, നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാവും, കരിസ്മാറ്റിക് പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്റ്റിക്കറുകൾ പുറത്തിറക്കിയിരുന്നു. അതിലൊരു സ്റ്റിക്കറാണ് ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. മിക്കവാറുമുള്ള എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലെയും പ്രധാന കട്ടളപ്പടിയിന്മേൽ ഈ സ്റ്റിക്കറുകൾ വാങ്ങി ഒട്ടിച്ചിരുന്നു. ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. പല വീടുകളിലും ചെല്ലുമ്പോൾ ആ കാലങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്നുള്ള പേര്. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ സ്റ്റിക്കറുകളെല്ലാം അപ്രത്യക്ഷമായി. ഇനി ആണെങ്കിൽ പോലും വസ്തുക്കൾ വീടിൻ്റെ നായകനായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ അധപതിച്ചു എന്നുള്ളത് വളരെ വിഷമത്തോടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ രാജ്യമെല്ലാം അപ്രത്യക്ഷമായി. കുടുംബങ്ങളിൽ കൂട്ടായ്മയില്ലാതെ വന്നു. കുടുംബത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ലാതെ വന്നു. പങ്കുവയ്ക്കലില്ലാതെ വന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇപ്രകാരം കുടുംബത്തിൻ്റെ ആ സ്നേഹ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബങ്ങൾ സ്നേഹരാജ്യമായി വളരുകയുള്ളൂ എന്നാണ്. മുമ്പ് കാലങ്ങളിലുണ്ടായിരുന്ന ഭാര്യാഭർത്തൃ ബന്ധം ഇന്നുണ്ടോ? ഇന്ന് വിവാഹം കഴിഞ്ഞു, ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ വിവാഹമോചനത്തിന് അപേക്ഷ കൊടുക്കുന്ന ഒരു അധപതിച്ച സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹമോചനം നേടുകയാണ്. വീട്ടിൽ ഭാര്യ അല്ലെങ്കിൽ
ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ചു. ആ വീട്ടിൽ എന്തെങ്കിലും ഭർത്താവുമായിട്ടോ മാതാപിതാക്കന്മാരോ ഒക്കെ ആയിട്ടോ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ അന്നേരെ വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പറയുകയാണ്. പറയുമ്പോൾ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും പ്രതികരണം ഇന്ന് മുമ്പതിനേക്കാൾ നെഗറ്റീവാണ്. അവർ പറയും, നീ അങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട, ഇങ്ങ് പോരെ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ കുടുംബങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു നല്ല ശതമാനം കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി കുടുംബ ബന്ധങ്ങളും തകർന്നു പോവുകയാണ്. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ മാത്രമുള്ള ബന്ധമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ്. അതുകൊണ്ട് ആ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ രാജ്യം ഷെയർ ചെയ്യാനുള്ള അവസരം കൂടിയാണ് വിവാഹബന്ധത്തിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ ഈ രാജ്യത്വ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹരാജ്യം കെട്ടിപ്പടുക്കപ്പെടണം. അത് അന്യമാകുന്നൊരു കാലഘട്ടമാണിത്. അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹത്തിൻ്റെ പ്രതാപം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള സ്നേഹം അതാണ് മക്കളിലേക്ക് പകരപ്പെടേണ്ടത്. ഇന്ന് പല കുടുംബനാഥന്മാരും വിഷമിക്കുകയാണ് പ്രായമായി വരുന്ന മക്കളെ പ്രതി. അവർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അപ്പനും അമ്മയ്ക്കും എതിരായിട്ട് പ്രതികരിക്കുന്നു. ഇതെല്ലാം ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാരും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സ്നേഹരാജ്യം നഷ്ടപ്പെട്ടു പോകാതെ അത് പടുത്തുയർത്തപ്പെടണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്നേഹരാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള 2-3 കുറുക്ക് വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട്, സന്ധ്യയാകുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമതായി, പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മൂന്നാമതായി, ഒരുമിച്ചിരുന്ന് അല്പം പങ്കുവയ്ക്കണം. ഇത് മൂന്നും ഉള്ള കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുവാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ അറിയാതെ ആ സ്നേഹരാജ്യം സംജാതമാകും. അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഇതിനെക്കുറിച്ച് ഒരു മണിക്കൂറോളം പറയുവാൻ മാത്രം മാറ്ററുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 3 കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളുടെ കുടുംബം സ്നേഹരാജ്യമായി മാറും എന്നതിന് സംശയം വേണ്ട. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ രാജാവ് നമ്മളുടെ കുടുംബങ്ങളിൽ വസിക്കട്ടെ. ആ സ്നേഹത്തിൻ്റെ രാജാവിന് നമുക്ക് കുടുംബങ്ങളിൽ ഇടം കൊടുക്കാം, നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം കൊടുക്കാം. അപ്രകാരം നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ കുടുംബങ്ങളായി മാറട്ടെ. ആ സ്നേഹരാജ്യം പടർന്ന് പന്തലിച്ച് തിരുസഭ മുഴുവനും വലിയ ഒരു സ്നേഹരാജ്യമായി ഈ ലോകത്തിൽ പ്രസരിക്കട്ടെ, പ്രകാശിക്കട്ടെ. അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുനാഥൻ പകർന്നു തന്ന ആ സ്നേഹരാജ്യത്തിൻ്റെ വക്താക്കളായി മാറാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.